ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ നാളുകളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ പരിത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മപരിശോധനയുടെയും നാളുകളായി, നിമിഷങ്ങളായി ഈ നോമ്പിൻ്റെ കാലയളവിനെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് വഴികളുടെ തെളിവിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. 2 തരം വഴികൾ ഇവിടെ വേദപുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്ന് വിശാലവും ഭംഗിയും ഉള്ള വഴിയും, മറ്റൊന്ന് ഞെരുക്കമുള്ളതും നടക്കുവാനും പ്രതിസന്ധികളെ അതിജീവിപ്പാനുമൊക്കെ ബലപ്പെടുത്തുന്ന ഇടുക്കമുള്ള വഴികളും. എന്നാൽ ഈ വേദപുസ്തക ചിന്തകളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ വിശാലമായ വഴികളിലൂടെ ധാരാളം ആളുകൾ നടക്കുകയും എന്നാൽ ഇടുക്കമുള്ള വഴികളെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ചുരുക്കമാണ് എന്നും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുന്ന സമയത്ത് അവിടെ കാണുന്നു, തൻ്റെ അപ്പൻ്റെ സമ്പത്തൊക്കെ വാങ്ങി അത് വിറ്റ് പണം സമ്പാദിച്ച് വിശാലമായ വഴികളിലൂടെ സഞ്ചരിച്ച ധൂർത്തനായ പുത്രനെക്കുറിച്ച്. അവൻ ഈ വിശാലമായ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ലോകത്തിൻ്റെ പല മായക്കാഴ്ചകളും അവനെ മാടി വിളിക്കുകയും അവൻ ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും അവസാനം അവൻ്റെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടവനായി, ആരോഗ്യം നഷ്ടപ്പെട്ടവനായി, സ്വത്വം നഷ്ടപ്പെട്ടവനായി അവൻ്റെ ജീവിതത്തിൽ അവൻ സ്വയം തിരിച്ചറിയുകയാണ്, ഞാൻ സഞ്ചരിച്ച വഴികൾ അത് വിശാലമുള്ളതായിരുന്നു എങ്കിലും ആ വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടുവാൻ സാധിച്ചില്ല എന്ന ബോധ്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ആ സാഹചര്യമാണ് അവൻ്റെ കണ്ണുകൾക്ക് പുതിയ തിരിച്ചറിവ് അവന് നൽകുന്നത്, അവന് പുതിയ ദിശാബോധം നൽകുന്നു. അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും അവൻ തിരികെ നടക്കുവാൻ ആഗ്രഹിക്കുന്നതും അവിടെ വെച്ചാണ്. അങ്ങനെ തുടർന്ന് നാം കാണുന്നത് അവൻ ഈ ഞെരുക്കമുള്ള വഴികളിലൂടെ, നന്മയുടെ വഴികളിലൂടെ, പരിത്യാഗത്തിൻ്റെ വഴികളിലൂടെ അവൻ തിരിച്ച് തെല്ലും ലജ്ജയോടും അതോടൊപ്പം തന്നെ സങ്കടത്തോടും അവൻ തിരിച്ച് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് വരികയും തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ തന്നെ കാണുന്ന നിമിഷം തന്നെ അപ്പൻ വളരെ സന്തോഷത്തോടെ ആ മകനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ചേർത്ത് നിർത്തലിൻ്റെ അനുഭവമാണ് ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മൾക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൻ തൻ്റെ മകനെ ചേർത്ത് പിടിച്ചതുപോലെ വലിയവനായ ദൈവം നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിത്യാഗത്തിൻ്റെ വഴികളിലൂടെ, നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു ബോധ്യവും ഈ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ നൽകി തരികയാണ്. അപ്പോൾ വഴി വിശാലമാണ് നമ്മുടെ മുമ്പിലെങ്കിലും, നടക്കുവാൻ എളുപ്പമുള്ളതാണ് എങ്കിലും നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് നടക്കുക, ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയതയുടെ നോമ്പിൻ്റെ നാളുകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇടുക്കവാതിൽ നടക്കുവാൻ ഇടുക്കമാണ്, എന്നാൽ ആ വാതിലിലൂടെ നടക്കുമ്പോൾ, ആ ഇടുക്കത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട്, സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ ബോധ്യത്തോടുകൂടെ, കണ്ണുകൾക്ക് നല്ല മിഴിവോടുകൂടെ സഞ്ചരിക്കുവാനും ആ സഞ്ചാരപഥം ജീവിതത്തിൻ്റെ നന്മയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുവാനും സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ചുരുക്കമായ വഴികൾ, അല്ലെങ്കിൽ ചുരുക്കം ആളുകൾ സഞ്ചരിക്കുന്ന പാതകളിലൂടെ വ്യത്യസ്തരായി സഞ്ചരിച്ചുകൊണ്ട് അതിലെ നന്മകളെ സ്വാംശീകരിച്ച് ഈ നോമ്പിൻ്റെ നാളുകളിൽ ഏറെ അനുഗ്രഹത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് വസിപ്പാൻ, നന്മയുടെ വഴികളിലൂടെ ഞങ്ങൾക്ക് ഗമിപ്പാൻ അവിടുന്ന് കൃപ തരണമേ. നന്മയുടെ വഴി ഞെരുക്കമുള്ളതെങ്കിലും ലക്ഷ്യബോധവും ദിശാബോധവും നൽകി തരുന്ന ദൈവകൃപയിലൂടെ സഞ്ചരിച്ച് ഞെരുക്കവും ഇടുക്കവും കഷ്ടതയുമെല്ലാം അതിജീവിച്ചുകൊണ്ട് പരിത്യാഗത്തിൻ്റെ, നന്മയുടെ പാതകളിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിപ്പാൻ അവിടെ ഞങ്ങളെ തുണയ്ക്കണമേ. ദൈവത്തിൻ്റെ സഹായവും നടത്തിപ്പും ആത്മാവിൻ്റെ ചൈതന്യവും ഞങ്ങളിൽ അവിടുന്ന് പകരണമേ. മശിക മുഖാന്തരം അപേക്ഷിക്കുന്നത് കൃപയോട് കേൾക്കണമേ. ആമേൻ.